നമസ്കാരം, ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. തലച്ചോറിന്റെ ഒരു ഭാഗത്തേക്കിട്ടുള്ള രക്തയോട്ടം നിലയ്ക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്യുമ്പോഴാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിക്കുന്നത്. രക്തമില്ലാതെ തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാത്തതിനാൽ അവ മിനിറ്റുകൾക്കുള്ളിൽ മരിക്കാൻ തുടങ്ങും. പ്രധാനമായും രണ്ടു തരം പക്ഷാഘാതങ്ങളുണ്ട്: ഇസ്കീമിക് സ്ട്രോക്ക്, ഹീമോറാജിക് സ്ട്രോക്ക്. രക്തക്കുഴലിലെ തടസ്സം അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലമാണ് ഇസ്കീമിക് സ്ട്രോക്ക് സംഭവിക്കുന്നത്. ഒരു രക്തക്കുഴൽ പൊട്ടി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് ഹെമറാജിക് സ്ട്രോക്ക് സംഭവിക്കുന്നത്. മിനി സ്ട്രോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ട്രാൻസിയൻ ഇസ്കീമിക് അറ്റാക്ക് TIA ഉണ്ട്. ഇത് സ്ഥിരമായ കേടുപാടുകൾ വരുത്താത്ത ഒരു താൽക്കാലിക തടസ്സമാണ്. പക്ഷേ ഭാവിയിലെ പക്ഷാഘാതങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായി ഇത് കാണാവുന്നതാണ്. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ ജീവിതശൈലിയുമായും മെഡിക്കൽ അവസ്ഥകളുമായും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഒന്നാമത്തെ അപകട ഘടകം. പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി, പൊണ്ണത്തടി, വ്യായാമക്കുറവ്, ഹൃദ്രോഗം, അമിതമായ മദ്യപാനമോ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കുടുംബ ചരിത്രമോ പ്രായമോ, പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ളവർ, കാരണം ചില ആളുകൾക്ക് ഉയർന്ന അപകട സാധ്യതയുണ്ട്. ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ആട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള കാരണം മൂലവും പക്ഷാഘാതം സംഭവിച്ചേക്കാം. ഇത് കാരണം ക്ലോട്ട് ഉൾപ്പെടുകയും തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപൂർവം ചില സന്ദർഭങ്ങളിൽ അണുബാധകൾ, ആഘാതം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം എന്നിവ മൂലമുണ്ടാകാം പക്ഷാഘാതം സംഭവിക്കുന്നത്. പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിനെ ഒരിക്കലും അവഗണിക്കരുത്. FAST എന്ന വാക്കുപയോഗിച്ച് ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങൾ നമുക്ക് ഓർമ്മിക്കാം. F അതായത് ഫേസ് ഡ്രോപ്പിംഗ് അഥവാ മുഖം തൂങ്ങൽ. രണ്ടാമത്തെ A ആം വീക്ക്നസ് അഥവാ കൈക്ക് ബലക്കുറവ്. 3 സ്പീച്ച് ഡിഫിക്കൽറ്റി അഥവാ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ടൈം ടു കോൾ എമർജൻസി അഥവാ അടിയന്തര സഹായം വിളിക്കേണ്ട സമയം, പെട്ടെന്നുള്ള ആശയക്കുഴപ്പം, ഒരു കണ്ണിലോ 2 കണ്ണിലോ കാണാനുള്ള ബുദ്ധിമുട്ട്, തലക്കറക്കം, ബാലൻസ് നഷ്ടപ്പെടൽ, കടുത്ത തലവേദന, ശരീരത്തിന് ഒരു വശത്ത് മരവിപ്പ് എന്നിവ മറ്റു ലക്ഷണങ്ങളാണ്. പക്ഷാഘാതത്തിന് എത്രയും വേഗം ചികിത്സ നൽകുന്നുവോ അതിജീവനത്തിനോ സുഖപ്രാപിക്കുന്നതിനുള്ള സാധ്യതയും അത്രയും കൂടുതലാണ്. രോഗനിർണയവും ചികിത്സയും വേഗത്തിൽ നടക്കണം. ഏത് തരത്തിലുള്ള പക്ഷാഘാതമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ CT സ്കാൻ അല്ലെങ്കിൽ MRI ഉപയോഗിക്കുന്നു. ഇസ്കീമിക് പക്ഷാഘാതത്തിന് ആദ്യ ലക്ഷണം പ്രത്യക്ഷപ്പെട്ട് ഏതാനും മണിക്കൂറിനുള്ളിൽ ഡോക്ടർമാർക്ക് ടിഷ്യൂ പ്ലാസ്മിയോജൻ ആക്ടിവേറ്റർ പോലുള്ള കട്ട പിടിച്ച രക്തം അലിയിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. മെക്കാനിക്കൽ ഉപകരണങ്ങൾക്കും ക്ലോട്ടുകൾ നീക്കം ചെയ്യാൻ കഴിയും. രക്തസ്രാവം തടയുന്നതിനോ തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനോ ഉള്ള ശസ്ത്രക്രിയ ചികിത്സയിൽ ഉൾപ്പെടുത്താം. പക്ഷാഘാതം വീണ്ടെടുക്കൽ, ഫിസിക്കൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, നഷ്ടപ്പെട്ട കഴിവുകൾ വീണ്ടെടുക്കുന്നതിനുള്ള ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ പുനരധിവാസ പ്രക്രിയകൾ ഉൾപ്പെടുത്താം. ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പിലൂടെ പക്ഷാഘാതം തടയുന്നത് സാധ്യമാണ്. രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയും നിയന്ത്രിക്കുക, പുകയില ഒഴിവാക്കുക, ഉപ്പും കൊഴുപ്പും കുറഞ്ഞ സമീകൃത ആഹാരം കഴിക്കുക, എപ്പോഴും ആക്റ്റീവായിരിക്കുക, ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക. പക്ഷാഘാതമോ TIO ഉണ്ടായിട്ടുള്ളവർ അടുത്ത ആക്രമണം തടയാൻ കർശനമായ വൈദ്യോപദേശം പാലിക്കേണ്ടതുണ്ട്. പതിവായി പരിശോധന നടത്തുകയും ഡോക്ടർമാർ നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. പക്ഷാഘാതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അവബോധം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ജീവൻ രക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്നു. വേഗത്തിലുള്ള ചികിത്സ, ശക്തമായ പ്രതിരോധം, ശരിയായ പരിചരണം എന്നിവ നൽകുന്നതിനാൽ പക്ഷാഘാതം സ്വാതന്ത്ര്യത്തിന്റെയോ പ്രതീക്ഷയുടെയോ അവസാനമാണെന്ന് ഇനി പറയാൻ നമുക്ക് പറ്റില്ല. ആന്റി ഓക്സിഡന്റുകൾ, ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ, ഫൈബറുകൾ അതായത് നാരുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു ഭക്ഷണം ക്രമം എല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ പരമ്പരാഗത ഭക്ഷണക്രമം ചെറുതായി പരിഷ്കരിച്ചാൽ അത് പക്ഷാഘാതം പ്രതിരോധത്തിൽ ഒരു ശക്തമായ ഘടകമാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ മിതമായി മാത്രം ഉപയോഗിക്കുകയും മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി, ചക്ക, മുരിങ്ങയില, ചീര, തകര, കറിവേപ്പില, മത്തി, അയല, വാൽനട്ട്, ഫ്ലാക്സീഡ്, ചിയാവിത്തുകൾ, എള്ള്, മണിച്ചോളം, റാഗി, തിന, ചെറുപയർ, ഉഴുന്ന്, വൻപയർ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പരിമിതപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ്
പന്നിയിറച്ചി, മൃഗങ്ങളുടെ കൊഴുപ്പുകൾ, പരിപ്പുവട, പപ്പടം, ഉപ്പിട്ട മീൻ എന്നിവയാണ്. നിങ്ങളുടെ ഡോക്ടറുടെ അനുമതി ഉണ്ടെങ്കിൽ omega-3 ഫിഷ് ഓയിൽ, കോഎൻസൈം Q10, മാഗ്നീഷ്യം സപ്ലിമെന്റുകൾ തുടങ്ങിയവ കഴിക്കാവുന്നതാണ്. പതിവായി നടത്തം, യോഗ, ധ്യാനം എന്നിവ ചെയ്യുക. മദ്യപാനം, വെറ്റില മുറുക്കുന്നതും ഒഴിവാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നന്ദി.